ഒരു ധ്യാനകേന്ദ്രം ആരംഭിക്കുക, അതും ഒരു അൽമായൻ്റെ നേതൃത്വത്തിൽ. അത്ര സ്വാഭാവികമല്ലത്. ഒരു അൽമായ ശുശ്രൂഷകൻ തനിക്ക് കിട്ടിയ ശക്തമായ ആത്മപ്രേരണയനുസരിച്ച് ഒരു ധ്യാനകേന്ദ്രം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിനുവേണ്ടി ഒരുക്കിയ വഴികൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഷോളി ബ്രദറിലൂടെ കേൾക്കുകയാണ്. തീ പിടിച്ചവരുടെ ഈ ഷോളി ബ്രദറിൻ്റെ അനുഭവങ്ങളുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രദറെ, ആ ധ്യാനകേന്ദ്രം തുടങ്ങാനുണ്ടായ സാഹചര്യം ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം പറഞ്ഞു വെച്ചത്. അതായത് ഒരു വ്യക്തി വിളിക്കുന്നു, ഇങ്ങനൊരു ആഗ്രഹത്തിൽ 2 വർഷം മുമ്പ് ഒരു വീടും സ്ഥലമൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങെന്താ മറുപടി കൊടുത്ത്? എനിക്കൊന്നും മറുപടിയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷോളി ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, നാട്ടിൽ വരുമ്പോൾ ഞാനത് തരാം എന്ന് പറഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. എനിക്കൊന്നും മറുപടി ഇല്ലായിരുന്നു. ഞാൻ ആ ഒരു വാർക്ക കെട്ടിടത്തിൻ്റെ മുകളിലിരുന്നാണ് കേൾക്കണേ. ഞാൻ അറിയാതിരുന്ന് കരഞ്ഞുപോയി. പക്ഷെ നാട്ടിൽ വന്ന് ഞങ്ങളും ഒരു മാസത്തെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങളും നാട്ടിൽ വന്നു, അദ്ദേഹം നാട്ടിൽ വന്നു. എന്നെ ഈ സ്ഥലം കാണിച്ചു തരികയാണ്. കാണിച്ചു തരുമ്പോൾ യാതൊരു നമുക്ക് അങ്ങനെ ഒരു ധ്യാന കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ആകേതായിപ്പോയി. ഞങ്ങൾ എങ്ങനെ ഒരു ധ്യാന കേന്ദ്രം പണിയും, ഇവിടെ എങ്ങനെ ആൾക്കാർ വരും അല്ലേ? പക്ഷെ അവിടെ സ്ഥലമല്ലേ? അത് മാത്രമല്ല, വീടുകളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇവിടെ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഒരു തടാകമാണ്, ഒരു ലൈക്കാണ് അത്. ആ മലയാറ്റൂര് തോമാസ് ലീഗ മല കയറുന്നതിന് തൊട്ട് ചേർന്ന് തടാകത്തിൻ്റെ ചുറ്റും ഞങ്ങൾ നടന്ന് ഇപ്പോഴുള്ള ധ്യാന കേന്ദ്രത്തിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ മുട്ടുകൂത്തി ഒരു 7 മണി സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് 2-3 മിനിറ്റ് എടുക്കും. ഞങ്ങളൊരു 5-6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇദ്ദേഹം ആ സ്ഥലവും ഈ സ്ഥലവും തമ്മിൽ കൈമാറി ഈ സ്ഥലം നമുക്ക് വാങ്ങിച്ച് തരികയായിരുന്നു. തന്ന് 35 വർഷത്തെ ലീസിനാണ് ഇതിപ്പോൾ തന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അത് വീണ്ടും മുന്നോട്ട് തന്നെ പോകാവുന്ന രീതിയിലാണ്. അതായത് നമ്മൾ ലീസിന് എടുക്കാൻ കാരണം വേറെ പിന്നീടുള്ളൊരു ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ലീസിനെടുത്തത്. അല്ലെങ്കിൽ അദ്ദേഹം അത് നമുക്ക് പൂർണ്ണമായിട്ട് അത് എഴുതി തരുമായിരുന്നു. അങ്ങനെ ഒരു ട്രസ്റ്റായിട്ട് രൂപപ്പെട്ട് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ധ്യാനകേന്ദ്രം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ ഈ ധ്യാനകേന്ദ്രം കിട്ടി, ഈ സ്ഥലം കിട്ടി. എങ്ങനെ കെട്ടിടം ഒന്നുമില്ല, കാട് പിടിച്ച് കിടക്കുന്നു. ഹിന്ദിക്കാർ താമസിച്ചൊരു ഷെഡുണ്ട്, അത് പന്നി ഫാമായിരുന്നു. അതിൻ്റെ അകത്തിരുന്ന് 6 മാസക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്വപ്നം പറഞ്ഞിരുന്നു ഇദ്ദേഹത്തോട്. ഒരു ഓല ഷെഡ്, നമുക്കത്ര ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരു ഓല ഷെഡ്, അതിന് 2 സൈഡിൽ താമസിക്കാവുന്ന 2 ഓല ഷെഡ്, ഓല കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള താമസിക്കാവുന്ന സംവിധാനങ്ങൾ, അതിനോട് ചേർന്ന് ടോയ്ലറ്റ് സംവിധാനങ്ങൾ. ഇത്രേ എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കൊച്ചു മനസ്സിൽ എൻ്റെ സാമ്പത്തിക ഇതൊക്കെ വെച്ച് എനിക്ക് ചിന്തിക്കാൻ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ആ അവധിക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ധ്യാനവും കഴിഞ്ഞ് 10-36 ധ്യാനം 2 ടീമായിട്ട് നടത്തും. ആ ധ്യാനങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു 240 രൂപയാണ്. വെക്കേഷൻ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 240 രൂപ ഉണ്ടായി. കണക്ക് എല്ലാവർക്കും ടീ ഒക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ 240 രൂപ ഉണ്ടായി. ഈ 240 രൂപ കൊണ്ട് വേണം ധ്യാനകേന്ദ്രത്തിന്റെ പണി ആരംഭിക്കാൻ. ഈ 240 രൂപ ഒരു ബക്കറ്റിൽ വെച്ച് മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു എടുത്ത് വെച്ച് 6 മാസം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ അകത്തിരുന്ന്. എല്ലാ ദിവസവും പകല് എല്ലാവരും വരും, എല്ലായിടത്തുനിന്നും വന്ന് ഞങ്ങൾ ഈ 6 മാസം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ, ഞാൻ ഈ പറഞ്ഞ സ്വപ്നം ഇദ്ദേഹം മനസ്സിൽ വെച്ചിട്ട് ഇദ്ദേഹവും ഭയങ്കര തീക്ഷ്ണതയിലേക്ക് അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം തന്നെ ഒരു കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് പെരുമ്പാവൂരുള്ള ലീ ബിൽഡേഴ്സ് എന്ന് പറയും, വലിയൊരു കോൺട്രാക്ടറാണ്. അവരായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കണ്ടുപിടിച്ച് പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞ സ്വപ്നം വെച്ചിട്ട് അദ്ദേഹം ഒരു പ്ലാൻ വരച്ചു. എന്നോട് ചോദിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം തന്നെ അതെല്ലാം ചെയ്ത് അതിൻ്റെ പ്രൊജക്ട് മുഴുവൻ എസ്റ്റിമേറ്റ് അടക്കം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരികയാണ്. 2,40,00,000 രൂപ. നമ്മുടെ കയ്യിലുള്ളത് 240. അതൊരു ഭയങ്കര അതിശയമാണല്ലോ. അതിശയം. ഇത് ഈ 240
മൾട്ടിപ്ലൈ ചെയ്ത് 2 കോടി 2,40,00,000 രൂപയുടെ ആ എസ്റ്റിമേറ്റ് കൊണ്ട് തരികയാണ്. എസ്റ്റിമേറ്റ്. ഇതിന്റെ മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങി. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. അതായത് പൈസ 240 വെറും 240 രൂപയെ 2,40,00,000 ആക്കി മാറ്റി. അപ്പോ ഇതിന്റെ മുമ്പിൽ കീഴടങ്ങി. അതും എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പൈസ ബാൻ ചെയ്ത സമയമാണ്. സാമ്പത്തിക ക്രൈസിസ് നിൽക്കുന്ന വലിയ സമയത്താണ്. നോട്ട് നിരോധനത്തിന്റെ സമയം. ഈ സമയത്ത് ഈ കോൺട്രാക്ടർ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഞങ്ങളുടെ കയ്യിൽ നെറ്റത്ത് കുരിശ് വരയ്ക്കാൻ പൈസ ഇല്ല. ഞങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ലാത്തവരാണെന്ന് അറിഞ്ഞോടുകൂടി അദ്ദേഹം പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പലവട്ടം അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി. അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കൈ ഒഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇത് വെച്ചുകൊണ്ട് ഇത് കയ്യിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങൾ ആ കാടൊക്കെ വെട്ടിത്തെളിച്ച്, ഭയങ്കര കാടൊക്കെ ആയിരുന്നു, കാടൊക്കെ വെട്ടിത്തെളിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടി കൈനറ്റിക്കിൽ ഒരു മനുഷ്യൻ ഞങ്ങളെ തേടി വരികയാണ്. ഇത് പ്രാർത്ഥനാ സ്ഥലം. അപ്പോഴേക്കും ഞങ്ങൾ ഈ കൈകൊട്ടും പ്രാർത്ഥനയൊക്കെ, ഈ ഭയങ്കര കൈകൊട്ടും പ്രാർത്ഥനയാണ്. നാട്ടില് മലയാറ്റൂരൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇവിടെ അവർ കേട്ടുള്ളത് പെന്തക്കോസ്തക്കാരാണ് ഇത് ചെയ്യുന്നത്. കുറെ പെന്തക്കോസ്തക്കാർ വന്ന് ചേർന്നിട്ടുണ്ടെന്നാണ് നാട്ടിൽ മുഴുവൻ പാട്ടായത്. പെന്തക്കോസ്തക്കാരുടെ ഒരു സ്ഥലമായിട്ടാണ് ഇത് തോന്നിയത്. അപ്പോഴേക്കും ഈ ഒരു മനുഷ്യൻ ഞങ്ങളെ തേടി വന്നിട്ട് ഇതിന്റെ ആൾക്കാരാരൊക്കെയാണ്, ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ ആ നാട്ടുകാരൻ തന്നെയാണ്. ബിജി എന്നാണ് പേര്, ബിജി മുട്ടൻതൊട്ടിൽ. അദ്ദേഹം വന്ന് സംസാരിക്കുക, അടുത്ത കർത്താവിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. പിന്നീട് ഞാൻ കാണുന്നത് കർത്താവിന്റെ കരം വെളിപ്പെടുന്നതാണ്. ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അതെങ്ങനെയായിരുന്നു? ഇദ്ദേഹം വന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല. പിറ്റേ ദിവസം അദ്ദേഹം ഒരു 50,000 രൂപ ഉണ്ടെന്ന് എൻ്റെ തരികയാണ്. എൻ്റെ തന്നിട്ട് പറയുന്നു ഇതിൻ്റെ എഗ്രിമെൻ്റ് വെക്കാം, നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് ഞാൻ ചെയ്തോളാം, നിങ്ങൾ മെറ്റീരിയൽ നിങ്ങൾ എടുത്തു തന്നാൽ മതി, പൈസ ഉള്ളപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂലി തന്നാൽ മതി. അതിൻ്റെ സ്ട്രക്ചർ വർക്ക് നമ്മൾ തുടങ്ങിയാണ്. അത് എവിടെ നിന്നൊക്കെയോ എങ്ങനെയോ ഇദ്ദേഹം തന്നെ എനിക്കൊരു കട പരിചയപ്പെടുത്തി തന്നു. സിമെന്റും കമ്പിയും എടുക്കുന്ന കട പരിചയപ്പെടുത്തി തന്നു. 6 മാസം വരെ അതിന് അവധി തരികയാണ്. മെറ്റലെടുക്കാവുന്ന സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി തന്നു, വണ്ടിക്കാരെ പരിചയപ്പെടുത്തി തന്നു, ഇതെല്ലാം പരിചയപ്പെടുത്തി തന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അന്നും ഇന്നും നമ്മുടെ കൂടെ ഒരു അച്ഛനുണ്ട്. ആദ്യം ജോബ് കൂട്ടുങ്ങൽ അച്ഛനായിരുന്നു. ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ അച്ഛനായ ആത്മീയ പിതാവായിരുന്നു. ഈ ധ്യാനകേന്ദ്രം ആരംഭിക്കുന്ന സമയത്ത് സെബാസ്റ്റ്യൻ തൈക്കാനത്ത് എന്ന് പറഞ്ഞ അച്ഛനാണ് ആത്മീയ പിതാവ്. നമ്മൾ സഭയുടെ കൂടെയാണ് അന്നും, സിസ്റ്റേഴ്സിന്റെ കൂടെ. നമ്മൾ ധ്യാനം മുഴുവൻ സഭയുടെ കൂടെയാണ്, സഭയോട് ചേർന്ന് നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 2,40,00,000 രൂപയൊക്കെ നമുക്ക് എങ്ങനെയും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കാം. ഈ ഒരു അൽമായരി എന്നുവെച്ച് ധ്യാനകേന്ദ്രം തുടങ്ങാനുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എങ്ങനെ സഭാ നേതൃത്വം നിങ്ങൾക്ക് അതിനുള്ള അനുവാദം തന്നു എന്നുള്ളതാണ്. സഭ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ധ്യാനകേന്ദ്രം ആരംഭിക്കുകയാണ്, ബിൽഡിങ് പണി തുടങ്ങിയാണ്. അതിനുശേഷമാണ്, അപ്പോൾ അന്ന് ഇടയന്തിരത്ത് പിതാവാണ്. ഇടയന്തിരത്ത് പിതാവും ഞാനും തമ്മിൽ വലിയ ആത്മീയ ബന്ധം പിതാവിന് എന്നോടുണ്ട്. ഞാൻ പ്ലാന്റേഷനിലായിരിക്കുമ്പോൾ തന്നെ പിതാവിന് ഒരു ആത്മീയ ബന്ധമുണ്ട്. പിതാവിൻ്റെ വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയടത്തച്ഛൻ്റെ വലിയ കരുതലുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും തൈക്കാനത്തച്ഛനും സഭ നമ്മുടെ കൂടെ നിൽക്കുന്നത് കാണാൻ സാധിച്ചു. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഭ 2 വൈദികരെ കമ്മീഷൻ വെച്ചു. ബഹുമാനപ്പെട്ട ജോസ് എടശ്ശേരി അച്ഛനെയും മാർട്ടിൻ അച്ഛനെയും. മാർട്ടിൻ അച്ഛൻ പറഞ്ഞ വാക്ക് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഷോളി, ഇത് പരിശുദ്ധാത്മാവിൻ്റെ വസന്തകാലമാണ്, ഇതിനെ തള്ളിക്കളയാൻ ഞങ്ങൾ ആരുമല്ല എന്നാണ് പറഞ്ഞത്. എന്നോട് പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികരും പറഞ്ഞത്, ഞങ്ങൾ അച്ഛന്മാർ ഇതിൽ കൈകടത്താൻ വരുന്നില്ല, ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾ തരുന്നു. സഭയുടെ ഒരു മഹാത്ഭുതമാണ്. അഭിമന്യ കരിയിൽ പിതാവാണ് 2019 കോവിഡിന്റെ നിറഞ്ഞ സമയത്താണ് ഇത് വെഞ്ചിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ നിരന്തരമായ പരിപാലന ഞങ്ങൾ കാണുകയാണ്.
എല്ലാ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് 1,00,000 രൂപ വെച്ചൊക്കെ തരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ പണി ആരംഭിക്കുന്നത്. എവിടെ നിന്നൊക്കെയാണ് ദൈവം ഈ ആലയത്തിന് വേണ്ടി ഈ 240 രൂപ 2,40,00,000 രൂപയിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങൾ അത്ഭുതകരമായി ഇങ്ങനെ കണ്ടുകൊണ്ട്. ആദ്യത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ആദ്യത്തെ നില പണിത് രണ്ടാമത്തെ ഫില്ലറിങ്ങനെ പൊന്തി നിൽക്കുക. ഞാനൊരു വൈകുന്നേരം ആരുമില്ല കൂടെ, ആരുമില്ല ഇതൊക്കെ പണിയുമ്പോഴാണെങ്കിലും ധ്യാനിപ്പിക്കുന്നവർ കൂടെയുള്ളവരൊക്കെ പാവപ്പെട്ടവരാ, ഇന്നും 1 രൂപ വരുമാനമില്ലാത്തവരാ. ഈ സ്ഥലം തന്ന ആള് മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്. അന്ന് ഒരു മനുഷ്യൻ സപ്പോർട്ടില്ല. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും സാമ്പത്തികമായി ആരും വേറെ വഴിയില്ലെന്ന്. ആദ്യത്തെ വെള്ളപ്പൊക്കം വന്നതോടുകൂടി വീണ്ടും നമ്മൾ സാമ്പത്തിക ക്രൈസിസിലേക്ക് സഭ എല്ലാവരും പോയില്ലേ. പിന്നെ എല്ലാവരും സഹായിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആർക്കും നമുക്ക് സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഞാനൊരു ദിവസം ഇങ്ങനെ കൈ ഉയർത്തിയിട്ട്, കർത്താവേ 1 രൂപയില്ല എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം നിലമ്പൂരുള്ള ജോണച്ചൻ എന്ന് പറഞ്ഞ ഒരു ബ്രദറിന് കർത്താവ് സന്ദേശം കൊടുക്കുക, മലയാറ്റൂർ ആലയത്തിൽ ചാപ്പൽ പണിയാൻ 1,00,000 രൂപ കൊടുക്കാൻ. ആ ചാപ്പൽ പണിയാൻ 10,00,000 രൂപയായി. ഒരു കുടുംബം 73,00,000 രൂപയാണ് തന്നത്. പിന്നീട് ദൈവത്തിൻ്റെ പൈസ ആ മേഖലയിലെല്ലാം ദൈവം കൈവയ്ക്കുന്നത് ഞങ്ങൾ കാണുകയാണ്, കർത്താവ് നടത്തുന്നത് കാണുകയാണ്. അതുമാത്രമല്ല, കോവിഡിൻ്റെ സമയത്ത് പോലും ശുശ്രൂഷ നടന്നു എന്നുള്ളതാണ്. കേട്ടറിഞ്ഞ് ജനങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ ധ്യാനത്തിന്, എൻ്റെ ഒരു ഭയങ്കരമായ ഒരു വിഷമമായിരുന്നു. ധ്യാനമൊക്കെ നന്നായിട്ട് നടത്തും, പക്ഷെ ഒരു രോഗി പോലും സുഖപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ധ്യാന കേന്ദ്രം ആരംഭിച്ച്, കർത്താവിൻ്റെ ആലയം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ രോഗസൗഖ്യം ഞാൻ കാണുകയാണ്. ബ്രസ്റ്റ് ക്യാൻസറാണ് സുഖപ്പെടുന്നത്. പിന്നീട് അനേകം രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നത് കാണുകയാണ്. അവിടെ കാലെടുത്ത് വെക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുകയാണ്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ധ്യാനം, ഒരു ഉപവാസ ധ്യാനം എല്ലാ മാസവും നടക്കുന്നുണ്ട്. 100 പേരാണ് പങ്കെടുത്തത്. എല്ലാ സെന്ററുകളിലും ആള് വളരെ കുറവുള്ളൊരു സമയമാണ്. എല്ലാ വെള്ളിയാഴ്ചയും 100-150 പേര്. ഒരു പരസ്യവും നമ്മൾ കൊടുക്കുന്നില്ല, നമ്മളെക്കുറിച്ച് അറിയില്ല ആർക്കും. ഒരു പരസ്യവും ഇല്ലാതെ തന്നെ 100-150 പേര് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നുണ്ട്. ദൈവം അങ്ങനെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് ഞാൻ കാണുകയാണ്. അതുമാത്രമല്ല, ഇന്നും ആ കോൺട്രാക്ടർക്ക് 10,00,000 രൂപ കൊടുക്കാനുണ്ട്, ചോദിക്കാറില്ല. ഇന്നും അക്കൗണ്ട് 0 ബാലൻസിലാണ് പോകുന്നത്, പക്ഷെ ദൈവം വഴി നടത്തുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ബ്രദർ എവിടെ താമസിക്കുന്നു, കുടുംബമായിട്ട് താമസിക്കുന്നു? ഞാൻ ഈ ആലയം തുടങ്ങിയതിന് ശേഷം എൻ്റെ ഭാര്യ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. കാരണം എല്ലാം ബാലൻസായി പോയി. അവൾ പറഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞു. അവളാണ്, എൻ്റെ ഭാര്യയാണ്, നോബി എന്നാണ് പേര്. നോബിയാണ് എന്നോട് പറയുന്നത്, ചേട്ടാ ജോലി റിസൈൻ ചെയ്യാൻ. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ, ഇനി കർത്താവ് ഇത്രയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആരും എന്നെ എതിർക്കാനില്ലായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ വീട്ടുകാർ മുഴുവൻ കാണുകയാണ്, എൻ്റെ ഭാര്യ കാണുകയാണ്. അവൾ പറഞ്ഞു, ദൈവം ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസ്തനായിരിക്കുക. അവൾ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട ഒരാളല്ലായിരുന്നു. എൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് വിശ്വാസത്തിലും പ്രാർത്ഥനയിലൊക്കെ കയറി വന്നത്, വചനം പഠിക്കാനൊക്കെ തുടങ്ങിയത്. എന്നോട് ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ബ്ലെസ്സിങ് ചെയ്തത്, വെഞ്ചരിച്ചത്. ലീവ് എടുത്തപ്പോൾ സ്ഥലം തന്നു, റിസൈൻ ചെയ്തപ്പോൾ കെട്ടിടം ബ്ലെസ് ചെയ്തു. ദൈവത്തിൻ്റെ അങ്ങനെ നടത്തിപ്പ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ ഇസ്രായേലിലാണ്. എനിക്ക് 3 മക്കളുണ്ട്, 3 ആൺകുട്ടികളാണ്. മൂത്ത മകൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇളയ മക്കൾ ട്വിൻസാണ്, അവർ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ് എൻ്റെ മക്കളെയൊക്കെ ദൈവം പരിപാലിക്കുന്നത്. ഞാൻ രാത്രി 11 മണിക്കൊക്കെയാണ് വീട്ടിൽ വരിക. അവരൊറ്റയ്ക്ക് എൻ്റെ വീട്ടിലിരുന്നോളും. അവർക്ക് ഞാൻ തന്നെയാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകും. ഞാൻ ഇന്ന് വന്നപ്പോഴും ഇവിടെ വരുമ്പോഴും ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ആണ് ഞാൻ ഇവിടെ വരുന്നത്. അവർ ദൈവം പരിപാലിക്കുന്നുണ്ട്. അവർ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അവരും ആലയത്തിൽ വരും.
അങ്ങനെയാണ് ഞാൻ എൻ്റെ ഭാര്യയും എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും. എനിക്ക് തോന്നുന്നു ദൈവം നൽകിയ വലിയ സമ്പത്താണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യ മാത്രമല്ല കേട്ടോ, എൻ്റെ ചേട്ടനും ചേട്ടത്തിയും അതെ. എൻ്റെ അമ്മ പാർക്കിൻസൺസ് രോഗിയാണ്. എൻ്റെ അമ്മയെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവർ നോക്കണേ. അതായത് ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ അമ്മയും ഇന്ന് പരിപാലിക്കപ്പെടുന്നു. എൻ്റെ അമ്മ ഭയങ്കരമായി കഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഈശോയെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇന്ന് ഞങ്ങൾ ആശ്രയമാണ്. ഞങ്ങൾക്ക് അമ്മയെ നോക്കാൻ പറ്റുന്നു. എൻ്റെ ചേട്ടത്തി നന്നായിട്ടാണ്. ഞങ്ങൾ കുടുംബം ഞങ്ങൾ ചേട്ടൻ, അനിയനും പെങ്ങളും ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള ആ വചനം കുടുംബവും കടന്ന് അനേക കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, അനേക കുഞ്ഞുങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, എനിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചെറുതാണ്. ഞാനൊരു വീട്, നല്ല വീട് പണിതു. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ ഞങ്ങൾ മഞ്ഞപ്രയിൽ വന്ന്, ഞങ്ങൾ തറവാട് മഞ്ഞപ്രയാണ് ഇപ്പോൾ. ചേട്ടന് ഈ കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ചേട്ടൻ സൗദിയിൽ കിടന്ന് ഭയങ്കരമായി ദുരിതം അനുഭവിച്ച ഒരു മനുഷ്യനാണ്. കോവിഡിന് മുമ്പ് 2 വർഷക്കാലം സൗദിയിലൊരു മുറിയുടെ അകത്ത് ബ്രെഡ് തിന്ന് ജീവിച്ചു. പക്ഷെ കോവിഡ് സമയത്ത് വചനം മാത്രം ഭക്ഷിക്കുക. ഈ 2 വർഷം ഈ മനുഷ്യൻ വചനം മാത്രം വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാമ്പത്തികമായി അത്രമാത്രം അനുഗ്രഹിച്ചു. സൗദിയിലെ എല്ലാ കാര്യങ്ങളും നിർത്തി നാട്ടിൽ സെറ്റിലായി. അത്രമാത്രമാണ് എൻ്റെ കുടുംബത്തെ ദൈവം പരിപാലിക്കുന്നത്. ഇന്ന് ആലയത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ആലയത്തിൽ 1 രൂപ വരുമാനമില്ലാത്ത ശുശ്രൂഷകരുണ്ട്. ആ സമയങ്ങളിലെല്ലാം, കോവിഡിൻ്റെ സമയങ്ങളിലെല്ലാം ശുശ്രൂഷകരെ പരിപാലിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ശുശ്രൂഷകർ മുഴുവൻ സമർപ്പണം ചെയ്ത ഒരു 50 പേരടങ്ങുന്ന ഒരു ടീമുണ്ടെന്ന്. മുഴുവൻ സമയം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവർ. സഭയുടെ, എനിക്ക് തോന്നുന്നു മലയാറ്റൂർ ഇടവകയിലുള്ള എൻ്റെ വികാരിച്ചനും മലയാറ്റൂർ വർഗീസ് മണവാളനച്ഛനാണ്. അച്ഛൻ്റെയൊക്കെ സപ്പോർട്ടും രൂപതയുടെ സപ്പോർട്ടും സഭയോട് ചേർന്ന് അങ്ങനെ വലിയ ഒരു ശക്തമായൊരു ദൈവത്തിൻ്റെ നടത്തിപ്പ് ഞങ്ങൾ കാണുകയാണ്. കർത്താവിൻ്റെ ഞാൻ പൂർണ്ണമായും കർത്താവിന് വേണ്ടി ജീവിതം, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന അക്ഷരാർത്ഥത്തിൽ ഞാൻ എൻ്റെ ജീവിതം അനുഭവിക്കുകയാണ്. കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ ദൈവം വഴി നടത്തുന്നത് കാണുകയാണ്. അനേകരുടെ കണ്ണുനീര് തുടയ്ക്കാൻ കർത്താവ് എന്നെ ഉപയോഗിക്കാൻ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തിനാണ് കേരളത്തിൽ ഇത്രമാത്രം ധ്യാന കേന്ദ്രമുള്ളപ്പോൾ ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രം എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. എന്തിനാണ് ഈ പാവപ്പെട്ട അൽമായരെ കൊണ്ട് ഇത്രമാത്രം ധ്യാന കേന്ദ്രം തുടങ്ങുകയും? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അടുത്തൊരു തലമുറയെ രൂപപ്പെടുത്താൻ ഒരു ഫോർമേഷൻ സെൻ്ററായിട്ടാണ്. ഇന്ന് സഭയിൽ ഒഫീഷ്യലായി കിടക്കുന്നത് ഒരു ധ്യാന കേന്ദ്രം എന്നല്ല, ഒരു ഫോർമേഷൻ സെൻ്റർ എന്നാണ്. അതായത് കർത്താവ് നൽകിയൊരു ദർശനം ഇതാണ്, ഓരോ വർഷവും ഒരു 100 കുട്ടികളെ രൂപപ്പെടുത്തി, 5ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ രൂപപ്പെടുത്തി +2 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ദൈവവിളിയുള്ള കുട്ടികൾക്ക് ദൈവവിളിയും, സാമൂഹ്യ മേഖലകളിൽ, സ്പോർട്സ് മേഖലകളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന, സുവിശേഷം കൊടുക്കുന്ന, കറതീർന്ന ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരൻ, ഒരു IAS കാരനാണെങ്കിൽ ഒരു IAS കാരൻ, ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടർ, സുവിശേഷം കൊടുക്കുന്ന ഒരു കുട്ടിയെ രൂപപ്പെടുത്താൻ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാനൊരു ദൈവവിളിയുടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു ഇതിന് പങ്കെടുക്കാൻ ചെന്നപ്പോൾ അന്ന് ഒരു കോൺഗ്രിഗേഷൻ, ഒരു സിസ്റ്ററാണ് ഉടുപ്പിടുന്നത്, വ്രതവാഗ്ദാനം സ്വീകരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നത്, ഇത് കൃപയുടെ കാലമാണ്. ഈ കൃപയുടെ കാലത്ത് ദൈവവിളി ഇത്രയും കുറഞ്ഞെങ്കിൽ ഇനി ഒരു ക്ഷാമകാലം വരാൻ പോകുന്നില്ലേ? പൂർവ്വ ജോസഫ് ഉണ്ടായതുകൊണ്ടല്ലേ ആ ക്ഷാമകാലം പരിഹരിക്കപ്പെട്ടത്? ആ ക്ഷാമകാലത്തിന് വേണ്ടിയല്ലേ ഈ ആലയം
എന്നൊരു വലിയ ദർശനം കർത്താവ് തരാൻ തുടങ്ങി. അത് ഇന്ന് സത്യമാണെന്ന് എനിക്ക് ഈ കോവിഡിന് ശേഷം പൂർണ്ണമായിട്ടും മനസ്സിലാകാൻ തുടങ്ങി. കാരണം ദൈവവിളിയിൽ അത്രമാത്രം ക്രൈസിസാണ് സഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വരും നാളുകളിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ കൊച്ചു ആലയത്തിലൂടെ കേരളത്തിലല്ല ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുന്ന കർത്താവിൻ്റെ ശക്തരായ പടയാളികളെ രൂപപ്പെടുത്താൻ കർത്താവ് ഈ ആലയത്തെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മുൻപോട്ടുള്ള അങ്ങയുടെ ദർശനം എന്താണ്? അങ്ങയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ലക്ഷ്യമാണോ? അതെ, ഈ ഒരു ദർശനമാണ്. ഈ ധ്യാനങ്ങളും ഇതെല്ലാം അതിനു വേണ്ടിയുള്ള തുടക്കം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനേക്കാൾ ഉപരി വലിയൊരു സഭയെയും സമുദായത്തെയും സുവിശേഷത്തെയും ബലപ്പെടുത്തുന്ന, കാരണം അടുത്തൊരു ക്ഷാമകാലം, പ്രതിസന്ധിയുടെ കാലം സുവിശേഷത്തിനൊക്കെ, സുവിശേഷ വേലയിൽ സഭയിൽ, കേരള സഭയിലെല്ലാം ഒരു വലിയ ക്രൈസിസ് നമ്മൾ എല്ലാവരും നേരിടേണ്ട ഒരു കാലഘട്ടം വരുന്നുണ്ട്. ആ കാലഘട്ടത്തേക്ക് ഇന്ന് വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ക്രൈസിസാണ്. നമ്മുടെ കുട്ടികളുടെ മേഖലയൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ധ്യാനിപ്പിച്ചതുപോലെയല്ല ഇന്ന് കുട്ടികൾ ധ്യാനിപ്പിക്കുന്നത് അവസ്ഥ. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു കുട്ടിയെ രൂപപ്പെടുത്തി ഏത് കോൺഗ്രിഗേഷനാണ് വേണ്ടത്, ഏത് രൂപതയ്ക്കാണ് വേണ്ടത്, ഏത് സഭയ്ക്കാണ് വേണ്ടത്, ഏത് മേഖലയിലാണ് ഒരു കുട്ടിയെ വേണ്ടത്, അങ്ങനെ വചനത്തിലും വിശുദ്ധിയിലും കൃപയിലും അടിസ്ഥാനമിട്ട ഒരു വലിയ ഒരു ആത്മീയ മുന്നേറ്റത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കർത്താവ്, അതെങ്ങനെ സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്. കർത്താവ് തന്ന ദർശനം അതാണ്. ഈ ദർശനം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ സറണ്ടർ ചെയ്തിരിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി. തീർച്ചയായിട്ടും അങ്ങയുടെ ദർശനം വളരെ വലുതാണ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഒരു ദർശനം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. ഉറപ്പായിട്ടും ഇത്രയും നടത്തിയ ദൈവം ഈ ഒരു മഹത്തായ ദർശനത്തിലേക്ക് അങ്ങയെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഈ സെന്ററിൽ എത്ര പേർക്ക് ഇങ്ങനെ താമസിച്ച് ധ്യാനമൊക്കെ കൂടാനുള്ള സൗകര്യങ്ങളുണ്ട്? നമുക്ക് 300 പേർക്ക് താമസിച്ച് ധ്യാനം കൂടാകുന്ന ഒരു സംവിധാനം ഓഡിറ്റോറിയം ഉണ്ട്. പക്ഷെ ഓഡിറ്റോറിയം രൂപപ്പെടണമെങ്കിൽ സാമ്പത്തിക ചെലവുണ്ട്. നമ്മുടെ കയ്യിൽ അതിനുള്ള സാമ്പത്തിക സ്രോതസ്സില്ല, ഇപ്പോഴില്ല. ഇപ്പോൾ ഒരു 100 പേർക്ക് താമസിക്കാവുന്ന ഒരു ചാപ്പലുണ്ട്, ഇരിക്കാവുന്ന ഒരു ചാപ്പലുണ്ട്. 100-150 പേർക്ക് പങ്കെടുക്കാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. 300 പേർക്ക് കിടക്കാവുന്ന സംവിധാനമുണ്ട്. പക്ഷെ അതിനുള്ള കിടക്കയും കാര്യങ്ങളും എല്ലാം രൂപപ്പെടേണ്ടത്, അതിൻ്റെ പകുതി പണിയേ തീർന്നിട്ടുള്ളൂ. അതിൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരാനുണ്ട്. നമുക്കൊരു 10-40 ലക്ഷം രൂപ ബാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഭയങ്കരമായ പരിപാലന ഞാൻ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ബ്രദർ പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്, ആത്മീയ ദർശനമുണ്ടെങ്കിൽ ജോയൽ പ്രവചനം, ആ ആത്മാവിൻ്റെ പ്രവൃത്തി പറയുന്നത്, ജോയൽ പ്രവചനം പറയുന്നത് യുവാക്കൾക്ക് ദർശനമുണ്ട്. ഈ എൻ്റെ ആത്മീയ ജീവിതം മുഴുവൻ ആരംഭിക്കുന്നത് മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ, പൗലോസ് ലീഹായെ പോലെ എന്നെ ശക്തനായ ഒരു പ്രവാചകൻ. എനിക്ക് അന്നു മുതൽ ഒരു ദർശനമുണ്ടായിരുന്നു. അന്നു മുതൽ എൻ്റെ ഉള്ളിലൊരു ആത്മീയ ദർശനം, എനിക്ക് സുവിശേഷ വേല ചെയ്യണം, ലോകം മുഴുവൻ സുവിശേഷം കൊടുക്കണം. അങ്ങനെ ഒരു ആത്മീയ ദർശനം എൻ്റെ കൂടെ, എൻ്റെ കൂടെ എനിക്ക് സന്തോഷേട്ടനിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണത്. ഞാൻ ധ്യാനിപ്പിക്കാൻ പോയാലും ഇപ്പോഴെൻ്റെ കൂടെ ധ്യാനിപ്പിക്കുമ്പോഴും ഞാനല്ല മുൻപന്തിയിൽ നിൽക്കുന്നത്, ഞാൻ എൻ്റെ കൂടെയുള്ളവർക്കാണ് മുൻപന്തിയിൽ നിർത്തുന്നത്. ആത്മീയ ദർശനമാണ് എന്നെ അത് ചെയ്യിപ്പിക്കുന്നത്. അടുത്ത തലമുറയെ രൂപപ്പെടുത്താൻ നമുക്ക് ഇപ്പോൾ മുതൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 പെൺകുട്ടികൾ, അവർ 1 വർഷം 2 വർഷം 3 മാസമൊക്കെ അവരുടെ ജീവിതം മാറ്റിവെച്ച് CA ഒക്കെ കഴിഞ്ഞവർ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. സമർപ്പണം നടത്തി ക്രിസ്തുവിന് വേണ്ടി ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ പരിശീലനം. അടുത്തൊരു തലമുറ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വരും കാലങ്ങളിൽ കേരള സഭയിൽ വലിയൊരു ആത്മീയ മുന്നേറ്റത്തിന് തന്നെ കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സഭയിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരിക്കലും ഒന്നും അവസാനിക്കില്ല. കാരണം പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. പരിശുദ്ധാത്മാവിനറിയാം സഭയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. നമുക്കറിയാം ശാലോം ടെലിവിഷൻ രൂപപ്പെട്ടത്, ഈ ഷെക്കീന ടെലിവിഷൻ രൂപപ്പെട്ടത്, ക്രിസ്റ്റീൻ രൂപപ്പെട്ടത്, അണക്കര ധ്യാനകേന്ദ്രം രൂപപ്പെട്ടത്, സഹിയോൻ ധ്യാനകേന്ദ്രം രൂപപ്പെട്ടത്, ഡിവൈൻ ധ്യാനകേന്ദ്രം ശക്തി പ്രാപിച്ചത്, ഫിയാത്ത് മിഷൻ
അതിശക്തമായി ഇന്ന് അനേകം ഒരിക്കലും ഒന്നും അവസാനിക്കില്ല. പരിശുദ്ധാത്മാവ് പലയിടങ്ങളെയും ഉണർത്തുന്നുണ്ടെന്നൊരു സത്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദർശനവും ഈ വിശ്വാസമുള്ളവന് ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് നമ്മുടെ അനേകം യുവാക്കൾ ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവിന് അതെല്ലാം ക്രമപ്പെടുത്തി സഭയെ ബലപ്പെടുത്താൻ, സഭയെ രൂപപ്പെടുത്താൻ ദർശനമുള്ളവർ വേണം, സമർപ്പണമുള്ളവർ വേണം. ഈ കാലഘട്ടത്തിൽ വിശ്വസ്തത എൻ്റെ ഏക ഒരു പ്രാർത്ഥന ഇതാണ്: കർത്താവെ, മരണം വരെ എനിക്കൊന്നും വേണ്ട, ധ്യാന കേന്ദ്രം ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വിശ്വസ്തനായി നിൻ്റെ കൂടെ ജീവിക്കണം, വിശ്വസ്തനായി മരണം വരെ ജീവിക്കണം, ക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കണം എന്നൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. കർത്താവ് ഞാനതിന് പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ എൻ്റെ ജീവിതം ഞാൻ അതനുസരിച്ചിട്ടാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒന്നും അവസാനിക്കത്തില്ല. ഇതുപോലെ ദർശനങ്ങളുള്ള കുറേ ആൾക്കാരുണ്ടാവണമെന്ന് മാത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ, ഈ നാട്ടിൽ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ, അങ്ങ് പറഞ്ഞ നല്ല ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, വക്കീലന്മാര്, സിവിൽ സർവീസുകാര്, നല്ല രാഷ്ട്രീയക്കാര്, ഈ മേഖലകളിലെല്ലാം ഈശോയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന അങ്ങനെയുള്ള യുവാക്കളെ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാൻ ഒരു കാര്യം പറയട്ടെ, സഭയുടെ കയ്യിൽ സമ്പത്തുണ്ട്. ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും സഭയുടെ കയ്യിലുണ്ട്. ഇന്ത്യയിൽ സഭ ഒന്ന് ഉണർന്നാൽ ബോംബിട്ടതുപോലെ, ഇന്ത്യ മുഴുവൻ ഒരൊറ്റ ബോംബ് കൊണ്ട് തകർക്കുന്നത് പോലെ ഇന്ത്യയെ മുഴുവൻ, ഭാരതത്തെ മുഴുവൻ സുവിശേഷവൽക്കരിക്കാവുന്ന സംവിധാനം സഭയുടെ കയ്യിലുണ്ട്. സഭ എല്ലാ മേഖലയും, സഭ എന്ന് പറഞ്ഞാൽ വൈദികർ സന്യസ്തർ മാത്രമല്ല, എല്ലാവരും കൂടിച്ചേർന്ന് ഈ ദർശനം വെച്ച് നാളെക്കുറിച്ച്, ഇന്നത്തെ സുഖസൗകര്യങ്ങളല്ല നോക്കേണ്ടത്, നാളെക്കുറിച്ചൊരു ദർശനം വെച്ച് സഭ മുഴുവൻ, സഭാ സംവിധാനം മുഴുവൻ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, കോൺവെൻറ്റുകൾ, അധ്യാപകർ, വൈദികർ, സന്യസ്തർ, സുവിശേഷ വേലക്കാർ, ധ്യാനകേന്ദ്രങ്ങൾ, നാളത്തെ ഈ ദർശനം വെച്ച് ഒന്നു ചേർന്ന് ഒരു കരം കോർത്ത് പിടിച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിനു വേണ്ടി ചിന്തിക്കുകയും ഇതിനു വേണ്ട മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കുകയും ചെയ്താൽ ഭാരതത്തിലൂടെ മാത്രമല്ല, ലോക സുവിശേഷവൽക്കരണത്തിൽ കേരള സഭയിലൂടെ വലിയൊരു മുന്നേറ്റം തന്നെ. എനിക്ക് പറയാനുള്ളത്, അതായത് സഭയും അൽമായരും എല്ലാവരും കൂടി നിന്ന് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ്. ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഒരു കോൺഗ്രിഗേഷൻ വിചാരിച്ചാൽ ഒരു 10 കുട്ടിയെ ഇതുപോലെ ഫോർമേഷൻ ചെയ്യാൻ പറ്റും. CMI സഭ വിചാരിച്ചാൽ ഒരു 100 കുട്ടികൾ ഇതുപോലെ ഫോർമേഷൻ ചെയ്യാൻ പറ്റും. എല്ലാവരും കൂടി ഇങ്ങനെ തയ്യാറായി നിന്ന് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത വിചാരിച്ചാൽ ഇതുപോലെയുള്ള കുട്ടികളെ രൂപപ്പെടുത്താൻ പറ്റും. പാലാ രൂപത വിചാരിച്ചാൽ പറ്റും. കാരണം സഭയുടെ കയ്യിൽ ആത്മീയ സമ്പത്തും ഭൗതിക സമ്പത്തും, നമ്മുടെ വൈദികരെ പോലെ കഴിവുള്ള, അഭിഷേകമുള്ള വേറെ ആരുള്ള, നമ്മുടെ സന്യസ്തരെ പോലെ ഇത്രയും ഒന്ന് ഓർത്ത് നോക്കുക. നമ്മുടെ സിസ്റ്റേഴ്സ് ഉള്ള സ്കൂളുകളിലേക്കല്ലേ എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത് വിശ്വാസമാണത്. അത് ദൈവം കൊടുത്തിട്ടുള്ള ഒരു വലിയ കൃപയാണ്. ഈ ശ്രേഷ്ഠത മനസ്സിലാക്കി നമ്മൾ സഭ മുഴുവൻ ഒന്നു ചേർന്ന് നാളെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ന് പ്രതിസന്ധിയിലാണെങ്കിൽ നാളെക്കുറിച്ച് ചിന്തിച്ച് ഒരു 30 വർഷത്തെയെങ്കിലും മുൻപിൽ കണ്ട് നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ നാളെ നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ എല്ലാം അടഞ്ഞു പോകുമെന്നുള്ളത് മറ്റാരുടെയെങ്കിലുമൊക്കെ കയ്യിലിരിക്കും. വളരെ ഉന്നതമാണ്, വളരെ ദൈവികമാണ് അങ്ങയുടെ ഈ ദർശനങ്ങൾ. ഈ ശുശ്രൂഷയിൽ അങ്ങ് പങ്കുവച്ച ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടട്ടെ. അനേകര്, ലോകം മുഴുവനുമുള്ള അനേക സഭയെ സ്നേഹിക്കുന്ന, നമ്മുടെ സമുദായത്തെ സ്നേഹിക്കുന്ന അനേകായിരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ സഭയുടെയും സമുദായത്തിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വളരെ നന്ദി ബ്രദറെ. അങ്ങയുടെ ഈ വളരെ വിലപ്പെട്ട ഈ സമയം, അങ്ങയുടെ ഉന്നതമായ ഈ ദർശനങ്ങളൊക്കെ, അങ്ങേ ദൈവം നടത്തിയ വഴികളും ഒക്കെ നമ്മുടെ സെക്കൻഡ് ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാനായിട്ട് അങ്ങ് കാണിച്ച ഈ നല്ല മനസ്സിന് പ്രത്യേകമായിട്ട് നന്ദി. അങ്ങയുടെ ശുശ്രൂഷകളെല്ലാം കർത്താവ് ധാരാളമായിട്ട്
ഇനിയും നയിക്കട്ടെ. അങ്ങയുടെ ദർശനത്തിൽ മുന്നോട്ട് പോകുവാൻ, അങ്ങയുടെ കൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് അനേകരുണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.